ഈ ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ പലതരത്തിലുള്ള വ്യാജ വാർത്തകളും പലതരത്തിലുള്ള പ്രോപ്പഗൻഡയും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൽ നമ്മുടെ പൈലറ്റുമാരെ അവർ പിടികൂടി എന്നു മുതൽ നമ്മുടെ 5 റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുവരെ അവർ വ്യാജ പ്രചാരണം നടത്തിയിരുന്നു. നമ്മുടെ റഫാൽ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നുള്ളത് ഇപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ തർക്കവിഷയമായ ഒരു വിഷയമാണ്. അതിൻ്റെ കാരണം ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സൈന്യത്തോട് മാധ്യമപ്രവർത്തകർ, ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വി ആർ ഇൻ എ കോമ്പാറ്റ് സിറ്റുവേഷൻ, നമ്മളൊരു സംഘർഷ സാഹചര്യത്തിലാണ്, നഷ്ടങ്ങൾ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് സൈന്യം ചെയ്തത്. അതിനർത്ഥം റഫാൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് സൈന്യം സ്ഥിരീകരിക്കുന്നില്ല. അതേസമയം പാകിസ്ഥാനാകട്ടെ അതിങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യക്കെതിരെ. മാത്രമല്ല ചില വിദേശ മാധ്യമങ്ങൾ ഇന്ത്യക്ക് 1-ലധികം വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഫ്രഞ്ച് അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട്. അത് ചിലപ്പോൾ തെറ്റാകാം, ഒരുപക്ഷെ ഫ്രഞ്ച് അധികൃതർ അതങ്ങനെ സമ്മതിക്കാനും സാധ്യത കുറവാണ്, ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുള്ളൊരു വാർത്തയാണ്. കാരണം റഫാൽ എന്ന് പറയുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഐക്കണായിട്ടുള്ളൊരു യുദ്ധവിമാനമാണ്. അതൊരു ഇന്ത്യ പാകിസ്ഥാൻ കോമ്പാറ്റിനിടയിൽ ചൈനീസ് നിർമ്മിത വിമാനങ്ങളോ അല്ലെങ്കിൽ ചൈനീസ് നിർമ്മിത റോക്കറ്റുകൾ ഉപയോഗിച്ച് അത് തകർത്തു എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ റഫാലിനുള്ള ഇനിയുള്ള വിപണി സാധ്യത ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അവരത് സമ്മതിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇന്ത്യയിലായിട്ട് ചില ഇന്ത്യൻ മാധ്യമങ്ങൾ റഫാൽ ഇന്ത്യയുടെ നഷ്ടപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് അവർ ആ വാർത്ത പിൻവലിക്കുകയും ചെയ്തു. അത് ഇന്ത്യൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതേക്കുറിച്ചൊരു വ്യക്തത വരുത്തേണ്ടതാണ്. കാരണം 56,000 കോടി രൂപയുടെ ഒരു ഡീലാണ് ഫ്രാൻസുമായി നമുക്കുള്ളത്. റഫാൽ ഫ്രാൻസ് അവകാശപ്പെടുന്ന റഫാൽ എന്ന് പറഞ്ഞാൽ ദസോ ഏവിയേഷൻ നിർമ്മിക്കുന്ന റഫാൽ ലോകത്തെ ഏറ്റവും അത്യന്താധുനികമായ ഇൻവിൻസിബിളായിട്ടുള്ളൊരു ഫൈറ്റർ ജെറ്റാണ്. നമ്മൾ ഇനിയും വാങ്ങാൻ പോവുകയാണ് 10-25 അതിനുള്ള കരാറ് ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് മറൈൻ ഫൈറ്റേഴ്സ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെ മിസൈലുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചൈനയുടെ പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ചെറുക്കാൻ കഴിയുന്ന ഒന്നാണ് റഫാൽ എന്ന പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തണമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ കഴിഞ്ഞ ദിവസം പല സൈന്യത്തിൽ നിന്നും മറ്റ് പലരിൽ നിന്നും വന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ എല്ലാ പൈലറ്റുമാരും തിരിച്ചെത്തിയെന്നാണ്. അത് ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ വിമാനങ്ങളെല്ലാം തിരിച്ചെത്തിയെന്ന് പറയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ പൈലറ്റുമാർ ഇജക്ട് ചെയ്ത് അവർ രക്ഷപ്പെട്ടതായിരിക്കും, ചിലപ്പോൾ ഫ്ലൈറ്റ് പോയിട്ടുണ്ടാകും, ചിലപ്പോൾ റഫാൽ ആയിരിക്കില്ല നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക, നമ്മുടെ മറ്റു വിമാനങ്ങളായിരിക്കാം. ഇതിലൊരു വ്യക്തത വേണ്ടേ? രാജ്യത്തോട് ഇത് പറയണം. അത് പറയണമായിരുന്നു. അത് പറയുമ്പോഴാണ് നമ്മളൊരു ഡെമോക്രസി എന്ന നിലയിൽ നമ്മൾ സുതാര്യത കീപ്പ് ചെയ്യാൻ സാധിക്കുക.